തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും കുറച്ച് സമയം പ്രകൃതിയോട് അടുപ്പമുള്ളൊരിടത്തേക്ക് ലഗേജ് പാക്ക്, മൈൻഡ് റീസെറ്റ്, യാത്ര പോയാലോ? വർഷങ്ങൾക്ക് ശേഷം അതെ, ഈ പറഞ്ഞ ശരി തന്നെയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഫാമിലി ടൂർ പോകുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ആദ്യത്തെ ടൂറാണിത്. എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ പ്ലാനിങ് നടക്കുമെങ്കിൽ ടൂർ നടക്കില്ലായിരുന്നു. എന്തോ ഇപ്രാവശ്യം ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു എന്ന് വേണം പറയാൻ. പാട്ടിടും പിള്ളേർ വൈബായി. കണ്ടില്ലേ, തുള്ളാട്ടം കണ്ടില്ലേ? ആനകുത്തിയാനും ഡാൻസ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞ ചേട്ടായിനെ കുത്തി ഡാൻസ് കളിപ്പിക്കാൻ നോക്കിയാണ് ചേച്ചി. അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് ചേച്ചി വീണ്ടും ഓർപ്പിക്കുകയാണ്. അങ്ങനെ മിന്നിച്ചേക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങി. തുരങ്കം തുറന്നു പോകുമ്പോഴേ അറിയാം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. അതെ, നമ്മുടെ പ്രകൃതി രമണീയ സുന്ദരമായ നമ്മുടെ പാലക്കാട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ ഫുഡടിയിലേക്ക് കടക്കാം. ഫുഡടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളുള്ളൂ. വിശന്നാൽ ഞങ്ങൾക്ക് പ്രാന്താണ്. ആരാണ് ഈ കോപ്പിറൈറ്റ് ഒക്കെ കണ്ടുപിടിച്ചത്? ഈ കോപ്പിറൈറ്റ് കണ്ടിരുന്നത് എത്ര മനോഹരമായ പാട്ടുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. എന്റെ ഈ കൂറ സൗണ്ട് കേട്ടോണ്ട് നിങ്ങൾക്ക് ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആക്ച്വലി ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ എല്ലാവരുടെ ഫോണിന്റെ ഗാലറി ഫുള്ളായി. അത്രമാത്രം വീഡിയോയും ഫോട്ടോയും ഞങ്ങൾ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലും ഓർമ്മകൾക്ക് ഒരു സുഖമാണല്ലോ, ഒരു പ്രത്യേക സുഖം. അങ്ങനെ പാലക്കാടിന്റെ വശ്യഭംഗി ആസ്വദിക്കാൻ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്ത് ഭഗവാൻ, എന്ത് രസമാണെന്ന് അറിയാം. ഇത് കുടിലിടം എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ എന്തുമാത്രം കാണാനുണ്ട്. ഇവിടെ നമുക്ക് ഫുള്ള് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷൻസ് ആണ്. ഞങ്ങൾ ഫോട്ടോ എടുത്ത് കൂട്ടിയത് മുഴുവൻ ഇവിടെ വെച്ച് തന്നെയാണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുത്തിട്ട് 2 മാസമായി. എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങളിങ്ങനെ വലിച്ച് നീട്ടി ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവില്. ഇങ്ങനെയൊന്നും അല്ലടാ. ട്യൂബ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ല മെച്ചം എന്ന് പറയുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് നല്ല മനസ്സുകളെ കിട്ടിയെന്നുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ ജോലി. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു അടുത്ത സ്ഥലം. ഇത് ഞങ്ങളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ആയുധങ്ങളൊക്കെ എടുത്ത് അവിടെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ ചെന്നപ്പോൾ അത്യാവശ്യം വെള്ളം നല്ല സ്ട്രോങ് ആയിട്ട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ താഴെ തന്നെ വന്നു. താഴെ വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ താഴെ നല്ലൊരു കുളത്തിൽ ഇറങ്ങി. വെള്ളമണ്ണിലെടുത്ത് പിള്ളേരെ സൂക്ഷിക്കണം എന്ന് പറയുന്ന കമന്റുകൾ നിരോധിച്ചിരിക്കുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും പിള്ളേരെ നല്ലോണം നോക്കി. പിന്നെ അധികം വെള്ളം ഇല്ലായിരുന്നു, എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുമായിരുന്നു. മീനോ ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണകാരത്തിൽ ഒരു മെജീഷ്യനാണല്ലേ? പ്രകൃതിയുടെ ഭംഗി കാണണമെങ്കിൽ പ്രകൃതിക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് പറയുന്നത് ശരിയാണ്. ഞങ്ങളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കാടിനുള്ളിലൂടെ നടന്നു പോവുകയായിരുന്നു. എന്ത് ഭംഗി, ദൈവമേ ഇത് നോക്ക്, നിങ്ങൾ എന്ത് ഭംഗിയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് പിള്ളേരെ കൊണ്ട് പോകുന്നത് ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. എടുത്ത് നമ്മുടെ കൈ കഴിക്കും. എന്നാലും ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു ട്രിപ്പ് പോയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ നല്ല ഉത്സാഹത്തോടെ നടന്നെങ്കിലും വീണ്ടും നടക്കുമ്പോൾ നമ്മുടെ നടത്തത്തിന്റെ സ്പീഡ് കുറയുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നാതിരുന്നില്ല. ഇങ്ങനെ ഓരോ അരുവികൾ എത്തുമ്പോൾ നമ്മൾ ഓർക്കുന്നു സ്ഥലമെത്തി. പക്ഷെ ഇതൊന്നുമല്ല, ഇതിന്റെ മണ്ടയ്ക്കാണ് നമുക്ക് കാണാനുള്ള സ്ഥലം. അങ്ങനെ അവസാനം നമ്മൾ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇത് നമ്മൾ അവിടെ നടന്ന് ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോണ്ടല്ലോ കിട്ടുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ. എന്താ സുഖം! ആ വെള്ളം ഉണ്ടല്ലോ, നല്ല കണ്ണീര് പോലത്തെ വെള്ളവും. ഞാനും ചേച്ചി ആദ്യമായിട്ട് ഇത് കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കിടന്ന് ആടി തിമിർക്കുകയായിരുന്നു. ഒന്നും നോക്കിയില്ല. നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ മുഖം എങ്ങനെ ആകും, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകുന്നത് നമ്മുടെ വലിയൊരു ചാൻസ് ആണ്. ആക്ച്വലി ഞങ്ങൾ 3 പേരും, ഞാനും ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ വന്നിട്ടായിരുന്നു. മോൻകുട്ടനും ലീവ് കിട്ടാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു. അതുകൊണ്ട് അവളും വന്നില്ല. ഞങ്ങളുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് സ്ഥലം ഇതായതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. ഞങ്ങൾ പോയിരുന്ന സ്ഥലം കണ്ടോ, ഇവിടെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് പോകാറായപ്പോഴത്തേനാണ് പാപ്പയുടെ സുരേന്ദ്രന്റെ വീട്ടിൽ കയറി എല്ലാവരെയും കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് അറിയില്ല. അങ്ങനത്തെ സാധനം അങ്ങനെ ഒരു ഫാമിലി അങ്ങനെ ആദ്യമേ പോയി. അങ്ങനെ ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് അവസാനിക്കാറായി. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്താറായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.